കോന്നി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിനിടെ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ഒരാളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടിസ്ഥാന സൗകര്യ വികസനങ്ങളെക്കുറിച്ച് സംസാരിക്കവെയാണ് CMA ഒരു ചോദ്യം എന്ന് കേട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ പ്രതികരണമുണ്ടായത്. തെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കടുത്ത വാക്കുകളിലെ രണ്ടാമത്തെ സംഭവമാണിത്. ഇതിനു മുമ്പ് അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി G. സുധാകരനെതിരെ നടത്തിയ ചെറ്റത്തരം എന്ന പരാമർശം വലിയ വിവാദമായി മാറിയിരുന്നു. ടെലിവിഷൻ അഭിമുഖത്തിലായിരുന്നു G. സുധാകരൻ കാണിച്ച വഞ്ചനയ്ക്ക് ഇതിൽ പരം വിശേഷണമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പഴയ പരനാറി പ്രയോഗമുണ്ടാക്കിയ വിവാദങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴും G. സുധാകരൻ ചെയ്തതിനെക്കുറിച്ച് പറയാൻ തന്റെ നിഘണ്ടുവിൽ വേറെ വാക്കുകളില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ G. സുധാകരൻ രംഗത്തെത്തിയിരുന്നു. അച്ഛനും അമ്മയും ഇട്ട പേരാണ് സുധാകരൻ, അത് മാറ്റി സുധാകുരൻ എന്നുവരെ വിളിച്ചു. ബഹുമാന്യനായ മുഖ്യമന്ത്രി എനിക്ക് പുതിയൊരു പേരിട്ടു, ചെറ്റ. ഏറ്റവും പാവപ്പെട്ടവർ താമസിക്കുന്ന ചെറ്റപ്പുരയിൽ താമസിക്കുന്നവരെയാണ് അദ്ദേഹം അപമാനിച്ചത്, സുധാകരൻ പറഞ്ഞു. പോടാ ചെറ്റെ എന്നൊരു പ്രയോഗമുണ്ടെന്നും ഭാഷയുടെ അർത്ഥാനന്തരങ്ങൾ മനസ്സിലാക്കാതെയാണ് മുഖ്യമന്ത്രി ഈ പദം ഉപയോഗിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. എല്ലാ വിഭാഗം ജനങ്ങളും താമസിക്കുന്ന കേരളത്തിൽ ഇങ്ങനെയൊരു പ്രയോഗം നടത്താൻ പാടില്ലെന്ന് G. സുധാകരൻ ആവശ്യപ്പെട്ടു. താൻ മുഖ്യമന്ത്രിയെ ഒന്നും വിളിക്കുന്നില്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ലെന്നും ഇത്തരം പ്രയോഗങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും സുധാകരൻ ചൂണ്ടിക്കാണിച്ചു. ഇത് കേസിന് പോയാൽ പ്രശ്നമാകുമെന്നും കോൺഗ്രസിന് സന്തോഷിക്കാമെന്നും പിണറായി ആളെ കൂട്ടി വോട്ട് പിടിച്ചു തരുമെന്നും അദ്ദേഹം പരിഹസിച്ചു. നേരത്തെ ഒരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചതും വലിയ വിവാദമായി മാറിയിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം കടുത്ത വാക്കുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. അതേസമയം ഭരണ തുടർച്ച ഉറപ്പിക്കാൻ ജനം ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനവും ജനക്ഷേമവുമാണ് LDF ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന ചർച്ചാ വിഷയം. അസത്യം പ്രചരിപ്പിച്ചും വർഗീയത പ്രചരിപ്പിച്ചും ജനങ്ങളെ വഴിതെറ്റിക്കാനാണ് വലതുപക്ഷം ശ്രമിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് സർവ്വതും വിറ്റുതുലയ്ക്കുന്ന കോൺഗ്രസിന്റെയും BJPയുടെയും നവലിബറൽ നയങ്ങൾക്ക് ബദലില്ലെന്ന പൊതുനിരാശ കേരളത്തിലില്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDF ഭരണത്തിൽ തകർന്ന കേരളത്തെ പുനർനിർമ്മിച്ചത് LDF സർക്കാരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 18 വയസ്സ് പൂർത്തിയായി വോട്ട് ചെയ്യാൻ എത്തുന്ന പുതുതലമുറയ്ക്ക് 10 വർഷം മുൻപത്തെ ദുരനുഭവം ഓർമ്മയുണ്ടാവില്ല. UDF ഭരണത്തിൽ സമസ്ത മേഖലയിലും മുരടിപ്പിന്റെ കാഴ്ചയായിരുന്നു. സമ്പൂർണ്ണ തകർച്ചയാണ് UDF കേരളത്തിന് സമ്മാനിച്ചത്. ആ ഇരുണ്ട കാലത്ത് നിന്നാണ് കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്തം LDF ഏറ്റെടുത്തത്. അവിടെ നിന്നാണ് തകർന്നു കിടന്ന ഓരോ മേഖലയും പുതിയ ഉയർച്ചയിൽ എത്തിയതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.